സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തില് 9-ാം അധ്യായത്തില് 12-ാമത്തെ വചനം പറയുന്നു, പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. പ്രത്യാശ ഉള്ളവരും പ്രത്യാശ ജീവിതത്തിൽ നഷ്ടപ്പെട്ടവരും തടവിലാക്കപ്പെട്ടവരും, ഈ തടവുകാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറയും സാത്താന്റെ തടവറയിൽ ആയിരിക്കുന്നവർ, മനസ്സിലെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ട് നിരാശയിലും ഉത്കണ്ഠയിലും ഭയത്തിലും വേദനയിലുമൊക്കെ ആയിരിക്കുന്നവർ, മനസ്സിന്റെ തടവറയിൽ കിടക്കുന്ന മനുഷ്യർ. നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുക. നിങ്ങളുടെ രക്ഷാദുർഗം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആകാശത്തിന് കീഴിൽ ഒറ്റ ഒരാളെ രക്ഷയ്ക്കുള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുക. രക്ഷാദുർഗം, രക്ഷയുടെ ഈ പാറ യേശുക്രിസ്തുവാണ്. നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ, സമ്പത്താകാം, സ്ഥലമാകാം, ജോലിയാകാം, നിനക്കെന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇരട്ടിയായിട്ട് മടക്കി തരാൻ കർത്താവ് തയ്യാറാണ്. നീ കർത്താവിലേക്ക് തിരിച്ചു വരണം. കരപിടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ കരപിടിച്ച് സ്തുതിച്ചേ. എല്ലാവരും ചേർന്ന് കരം ഉയർത്തിയടിച്ച് സ്തുതിച്ചേ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരമടിക്കട്ടെ. പോരാ, അഭിഷേകത്തോടെ കരമടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി വരിക. നമ്മുടെ ഏക പിടിവള്ളി എന്ന് പറയുന്നത് യേശുക്രിസ്തു മാത്രമാണ്. വേറെ ആരെ പിടിച്ചാലും നീ രക്ഷപ്പെടത്തില്ല. ഹല്ലേലൂയ. ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും നിന്നെ നിന്റെ കുടുംബത്തെയും തലമുറകളെയും രക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല. രക്ഷയ്ക്ക് ഒറ്റ നാമം യേശു മാത്രം. ഇവിടെ വചനത്തെ നമ്മൾ കിട്ടു. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് മടക്കി തരും ദൈവം. ഞാൻ വാക്ക് പറയുക, ഉറപ്പ് പറയുക. നിനക്ക് നഷ്ടപ്പെട്ടത് സമ്പത്താകാം, നിന്റെ വസ്തുക്കളാകാം, മക്കളാകാം, കുടുംബത്തിലെ ജോലിയാ, എന്തുമാവട്ടെ, നഷ്ടപ്പെട്ടത് അവൻ ഇരട്ടിയായി തരുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ വചനമാ. മാറ്റമില്ലാത്ത വചനം പറയുന്നു. ഇരട്ടിയായിട്ട് മടക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം. ഇത് വിശ്വസിക്കുന്നവർ, ഇരട്ടിയായിട്ട് കർത്താവ് മടക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർ 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒന്ന് ശക്തമായിട്ട് യേശുവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 6 മുതൽ 6-7 വചനങ്ങൾ നമ്മൾ കാണുകയാണ്. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാം വചനം പറയുന്നുണ്ട്, നിങ്ങൾ രാജകീയ പുരോഹിതഗണമാണ്, വിശുദ്ധ ജനതയാണ്. രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്, വിശുദ്ധ ജനതയാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ, ദൈവത്തിൻ്റെ പുരോഹിത ജനത്തെ ദൈവം തള്ളിക്കളയത്തില്ല, ദൈവം ഉപേക്ഷിക്കത്തില്ല. മാമോദീസ എന്ന കുദാശയുടെ പുരോഹിത വംശത്തിലേക്ക് ഉയർത്തപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും. കരമടിച്ച കർത്താവിനെ സ്തുതിക്കട്ടെ. നല്ല കൈയടി, തകർപ്പൻ കൈയടി. പോരാ, സ്വരം പോരാ, കൈയടിച്ചേ, കരമൊന്ന് ഉയർത്തിയടിച്ചേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ജീവനോടെ സ്തുതിച്ചേ. യേശുവേ അതിരം തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ മനസ്സിന്റെ കെട്ടുകൾ അഴിയട്ടെ, ഭാരം മാറട്ടെ. യേശുവേ ഹല്ലേലൂയ. നിങ്ങൾ ആരും മോശക്കാരല്ല, നിങ്ങളെല്ലാവരും രാജകീയ പുരോഹിതഗണമാണ്.
ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, വിശുദ്ധ ജനതയാണ്. അഭിമാനിക്കണം. യേശു തൻ്റെ രക്തം കൊടുത്തുകൊണ്ട്, വില കൊടുത്തുകൊണ്ട് നേടിവരാൻ നമ്മൾ ഓരോരുത്തരും. യേശുവിൻ്റെ രക്തത്തിൻ്റെ ജീവൻ്റെ വിലയാ ഞാനും നിങ്ങളും. നമ്മൾ ആരും മോശക്കാരല്ല, നമ്മളാരും കുറഞ്ഞവരുമില്ല. യേശുവിന് പ്രിയപ്പെട്ടവരാണ് നമ്മൾ. അവനാണ് വാക്ക് പറയുന്നത്, ഇരട്ടിയായിട്ട് മടക്കിത്തരും. ഹല്ലേലൂയ. ഞാനത് ഉറച്ചു വിശ്വസിക്കുക. നഷ്ടപ്പെട്ടത് മുഴുവൻ ഇരട്ടിയായിട്ട് കർത്താവ് തിരിച്ചു തരും. വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി കർത്താവിനെ വിളിച്ചേ, യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ. വചനം തുടരുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്. നമ്മളെല്ലാവരും രാജകീയ പുരോഹിതമാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അത് മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ശുശ്രൂഷകരാ മാമോദീസായുടെ നമ്മളെല്ലാവരും. അടുത്ത വചനം പറയുന്നു, ജനതയുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും, അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം ഇരട്ടി ഓഹരി. യെശയ്യാ 61:7. ലജ്ജിതരായിരിക്കുന്നതിന് പകരം ഇരട്ടി ഓഹരി നിങ്ങൾക്ക് ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ അവൻ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് ഹൃദയത്തിൽ നമ്മൾ വിശ്വസിച്ച് വചനം കരവിട്ട് പിടിച്ച് പ്രാർത്ഥിച്ചേ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും നഷ്ടപ്പെട്ടത് മുഴുവൻ ഇരട്ടിയായിട്ട് കർത്താവായ യേശു ക്രിസ്തു മടക്കിത്തരും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ രാജകീയ പുരോഹിതഗണമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. നഷ്ടപ്പെട്ടതെല്ലാം യേശു ഇരട്ടിയായി എനിക്ക് മടക്കിത്തരും. നഷ്ടപ്പെട്ടതെല്ലാം യേശു ഇരട്ടിയായി എനിക്ക് മടക്കിത്തരും. തുറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് കർത്താവ് നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് പോവുക. അതാണ് ഈ കൺവെൻഷൻ. പിതാവ് പറഞ്ഞ വാക്കിൽ റെസ്റ്റോറേഷൻ എന്നൊരു വാക്ക് പറഞ്ഞു. അതായത് ഒരു പുനരുദ്ധാരണം ഈ ജൂബിലി വർഷം സംഭവിക്കാൻ പോവുക. ഒരു നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് വളരെ നിസ്സാരമായിട്ട് തിരിച്ചു തരാൻ പറ്റും. അവൻ ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. യെശയ്യാ 22:22 പറയുന്നുണ്ട്, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വെച്ച് കൊടുക്കും. അവൻ തുറന്നാൽ, അവൻ യേശു, ദാവീദിന്റെ പുത്രനായ യേശു, അവൻ തുറന്നാൽ ആരും അടക്കത്തില്ല, അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ആ വാതിലടയ്ക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. പക്ഷെ അവൻ നമുക്ക് മുൻപിൽ വാതിലടച്ചാൽ പിന്നെ ആ വാതിൽ തുറക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു അടഞ്ഞ വഴികളും വാതിലുകളും നമുക്കായിട്ട് തുറക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ 2 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ചെയ്യും, ഇരുമ്പോടാമ്പുകൾ ഒടിക്കുകയും ചെയ്യും. ഉണ്ടോ? ഞാൻ നിനക്ക് മുൻപേ പോകും, മലകൾ നിരപ്പാക്കും, നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളെ ഞാൻ നിരപ്പാക്കും, അത് ഞാൻ തകർത്തുകളയും. ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കും, പിച്ചളവാതിലുകൾ തകർക്കും. നിനക്ക് വേണ്ടി ഞാൻ വാതിലുകൾ തുറന്നു തരും. ഈ ലോകത്തില് അല്ലെ പിശാച് ഞങ്ങൾക്ക് മുമ്പിൽ അടച്ച വഴികള് വാതിലുകൾ യേശു തുറക്കും. നിനക്ക് മുൻപേ അവൻ പോകും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ.
അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ തരും. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് ഇരട്ടിയായിട്ട് മടക്കി തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമേറ്റി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഉള്ളു തുറന്നൊന്ന് വിളിച്ച് യേശുവേ, മനമുരുകി വിളിക്കട്ടെ യേശുവേ, ഹൃദയം നുറുങ്ങി വിളിച്ച് യേശുവേ. ഹല്ലേലൂയ. ബത്സയിദ കുളക്കരയിൽ ഒരു മനുഷ്യൻ കിടക്കുക 38 വർഷമായി. ആർക്കും വേണ്ടാത്തവനാ. ആർക്കും വേണ്ടാത്തവരെ യേശുവിന് വേണം കേട്ടോ. ആർക്കും വേണ്ടാത്തവരെ യേശുവിന് വേണം. യേശുവിന് വേണം. നിന്നെ ആർക്കും വേണ്ടെന്ന് ചിലപ്പോൾ നിനക്ക് തോന്നും, പക്ഷെ യേശുവിന് നിന്നെ വേണം. ഹല്ലേലൂയ. പലരും എന്ന് പറയാണ്, ബ്രദറെ എന്നെ ആർക്കും വേണ്ട. കുടുംബത്തിനു വേണ്ടിയൊക്കെ ജീവിച്ചു, കഷ്ടപ്പെട്ടു, അവസാനം ആർക്കും വേണ്ട. അതൊക്കെ ജീവിത അനുഭവങ്ങളാണ്. പച്ചയായ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഇവിടെ കാണും. കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിട്ട് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരപ്പച്ചൻ ഒരു ധ്യാനാവസരത്തിൽ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു രൂപ, ഒരു 5 അടി പൊക്കമുള്ള ഒരു കൊച്ചു മനുഷ്യൻ, കഷണ്ടിയാണ്, തോളിൽ ഒരു തുവാലയൊക്കെ ഇട്ടിട്ടുണ്ട്, മുണ്ട് ഷർട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, വെള്ളമുണ്ട് ഷർട്ടും, കയ്യിലൊരു കൊടയൊക്കെ പിടിച്ച് ഈ മനുഷ്യൻ ധ്യാനത്തിന് വന്നപ്പോൾ എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു, അപ്പച്ച എന്താ അപ്പച്ചൻ എന്ത് പറ്റിയ വിഷമം? അപ്പച്ചൻ കരയാൻ തുടങ്ങി. അപ്പൻ പറയുകയാണ്, എൻ്റെ മൂത്ത മകൻ എന്നെ അടിച്ചു. അതാണ് അപ്പൻ്റെ സങ്കടം. എൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണ്? ഈ അപ്പം പറഞ്ഞു, സാമ്പത്തികമായിട്ട് വളരെ കഷ്ടത ജീവിച്ച കുടുംബമാണ്. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, കൂലിപ്പണിയൊക്കെ എടുത്ത് മക്കളെ പഠിപ്പിച്ചു. മക്കൾ പഠിക്കുമായിരുന്നു. 2 പെണ്ണും 2 ആണും 1 പെണ്ണും. പെൺകുട്ടിയാണ് മൂത്തത്. അവളെ കെട്ടിച്ചു വിടുമ്പോൾ കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ശ്രീമാർ പഠിച്ചു, വിദേശത്തൊക്കെ ജോലിയായി കഴിഞ്ഞ് അമ്മാർ പൈസ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ശരിക്കും അമ്മാരൊക്കെ ഭാര്യയുടെ അടിമകളായിപ്പോയി. വന്നു കഴിഞ്ഞാൽ ഭാര്യ വീട്ടിലാണ് കൂടുതൽ താമസം. അപ്പനോടും അമ്മയോടും വേണ്ട കരുതലൊന്നുമില്ലാത്ത ഒരു പ്രത്യേക ടൈപ്പ് മക്കൾ. ഈ അപ്പച്ചൻ പറയുകയാണ്, എൻ്റെ മൂത്ത മകളുടെ വിവാഹത്തിന് സമയമായപ്പോൾ ഈ അമ്മക്കളെ വിളിച്ചു പറഞ്ഞു, നിങ്ങളോട് സഹായിക്കണം. അമ്മാർ സഹായിച്ചില്ല, 2 കണക്കായിരുന്നു. അതുകൊണ്ട് ഈ അപ്പം പറയുക, ഞാനൊരു ശകലം സ്ഥലം വിറ്റിട്ട് ആ പൈസ മോളെ കെട്ടിക്കാരൻ്റെ കൊടുത്തു. മൂത്ത മകന് ഭാര്യയും കൂടെ അവധിക്ക് വന്നു. അവധിക്ക് വന്നാൽ വരുന്ന വഴി ഭാര്യ വീട്ടിലാണ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് അപ്പനെ കാണാൻ വരുള്ളൂ. അപ്പോൾ അവൻ വീട്ടിൽ വന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവന് പറയാനുള്ളത് ഇതാണ്, ഉള്ള സ്വത്ത് വീതം വെക്കണം, എനിക്കെൻ്റെ വീതം കിട്ടിയേ പറ്റുള്ളൂ. അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ കാലശേഷം ഇത് നിങ്ങൾക്കുള്ളതാ, അല്ലാതെ അതിനു മുമ്പ് ഞാൻ എഴുതി തരത്തില്ലെന്ന് പറഞ്ഞു. അവന് വീട് സ്ഥലം വേണം, എഴുതി തരത്തില്ലെന്ന് പറഞ്ഞു. ഈ അപ്പച്ചൻ പറയുകയാണ്, ഇവൻ എണീറ്റിട്ട് ഈ അപ്പൻ്റെ ഞാൻ പറഞ്ഞൊരു കൊച്ചു മനുഷ്യനാന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പൻ്റെ ഈ കൊങ്ങാകുട്ടി ഇങ്ങനെ ഭിത്തിയിലോട്ട് ചാറി നിർത്തിട്ട് മുട്ടുകാലിന് അടിവന്നിട്ടിരിക്കുക. അമ്മ വന്ന് പിടിച്ചു, അമ്മയെ കയ്യെ പിടിച്ച് കറക്കിയൊന്ന് വിട്ടു. അമ്മ തലയും കുത്തി വീണു, തലയിലും പൊട്ടി. ഈ അപ്പൻ വാവിട്ട് കരയുക. സത്യം പറയാലോ, ഞാൻ കണ്ണടച്ച് അവിടെ ഇരുന്നു. കാരണം അതുപോലെ അപ്പൻ ചങ്കുവിട്ട് ഞാൻ കരയുക. അപ്പം പറയുക, അവൻ്റെ കയ്യോ കാലോ വളരുന്നത് നോക്കി ഞാൻ അവനെ വളർത്തിയത്. അവൻ മുട്ടുകാലം കൊണ്ട് എൻ്റെ അടിവന്നിട്ടിടിച്ചെന്ന് പറഞ്ഞ് കരയുക. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഞാൻ ആശ്വാസമൊക്കെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, അപ്പച്ചൻ മോനോട് ക്ഷമിച്ചോ എന്ന് ചോദിച്ചു. പിന്നെ അപ്പം പറയുക, അവന് ഉപദ്രവം കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ വീട്ടിൽ പോയി. പിന്നെ അവന് അങ്ങോട്ട് വന്നില്ല. അവന് പോകുന്ന ദിവസം അറിഞ്ഞെങ്ങനെയോ അവനും ഭാര്യയും മക്കളും തിരിച്ച് ഗൾഫിലാണ് പോകുന്ന ദിവസം അറിഞ്ഞു. അവൻ പറയുകയാണ്, അപ്പം പറയുക, ഞാൻ അവൻ്റെ ഭാര്യ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, മോനെ ഞാൻ എല്ലാം ക്ഷമിച്ചു, നിൻ്റെ വീതം നിനക്ക് എഴുതി തന്നൊക്കെ മേടിച്ചോളാൻ പറഞ്ഞു. ഈ അപ്പം പറയുക, ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് 1 ഗ്ലാസ് വെള്ളം പോലും ഈ അപ്പനെ കുടിക്കാനായിട്ട് അവർ കൊടുത്തില്ലെന്നുള്ളതാണ്. ഇത്രമാത്രം മനസാക്ഷിയില്ലാത്ത മനുഷ്യനുണ്ട്. അപ്പൻ്റെ കണ്ണുനീര്, ആ കണ്ണുനീരിനൊക്കെ ആര് സമാധാനം പറയാനാ? കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി ജീവിതം കൊടുത്തവർ, അധ്വാനിച്ചത് മുഴുവൻ, മുട്ടായി നിന്ന് പ്രാർത്ഥിച്ചത് മുഴുവൻ, കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചത് മുഴുവൻ, ഉപവസിച്ചത് മുഴുവൻ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാർ ഹൃദയം നൊന്ത് കണ്ണുനീരോടെ
കൊന്തയൊക്കെ ചൊല്ലി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്കുറപ്പുണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ കരഞ്ഞ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ കണ്ണുനീരൊക്കെ ദൈവത്തിൻ്റെ മുൻപിൽ ഉണ്ടെന്നേ. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തരും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.